ധാരാളം ആളുകൾ ഉപജീവന മാർഗമായി സ്വീകരിച്ച ഒരു പുതിയ ബിസിനസ് രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇന്ത്യയിൽ കേരള സംസ്ഥാനമാണ് ആദ്യമായിട്ട് ഇതിന് ഒരു മാർഗരേഖ കൊണ്ടുവരികയും ഇതിന് പ്രോത്സാഹനമായിക്കൊണ്ട് ചൂഷണവും അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള മറ്റ് വഞ്ചനയും വ്യാജന്മാരെയൊക്കെ മനസ്സിലാക്കാനുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. DXN എന്ന മൾട്ടിനാഷണൽ കമ്പനി അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സുസ്ഥിരമായ വരുമാനം ലഭിക്കുന്നത് എന്ന് പറയുന്ന ചെറിയ ഒരു വീഡിയോ ആണിത്. എല്ലാവരും കൃത്യമായിട്ട് ഇത് അവസാനം വരെ കേൾക്കണം. ഈ മേഖലയെപ്പറ്റി പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധാരാളക്കണക്കിന് ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരാത്ത കാരണം പ്രധാനമായും ഒന്ന് വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. രണ്ട്, ഈ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിലേക്ക് ചേരുവാനായിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സംഗതി, ഈ മേഖലയിലെ വ്യാജന്മാരും ചൂഷണം ചെയ്യുന്ന ആളുകളുമൊക്കെ വന്ന് ധാരാളം ആളുകളെ പറ്റിച്ച കാരണങ്ങളാൽ ഇതിൻ്റെ പണം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള തരത്തിലുള്ള ഭയമൊക്കെയാണ് ഇതിലേക്ക് ജനം വരാതിരിക്കാനുള്ള ഒരു കാരണമായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ മേഖലയെ സംബന്ധിച്ച് ധാരാളം പഠിക്കുകയും ഇതിൽ ഗവേഷണം നടത്തുകയും ഇതിൻ്റെ പരാജയ കാരണങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി എങ്ങനെയൊക്കെ ജയിക്കാം എന്നുള്ള കണ്ടുപിടുത്തത്തിൽ ഇവിടെ ഒരു സംഘം ആളുകൾ ചില പോയിൻ്റുകളെ മുൻനിർത്തിക്കൊണ്ട് ഈ മേഖലയെ സമീപിച്ചപ്പോൾ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ഘടകങ്ങളാണ് നമുക്ക് ജയിക്കാൻ വേണ്ടത്, ഒരാൾക്ക് DXNലൂടെ എങ്ങനെ സ്ഥിരമായ ഒരു ഇൻകം ലഭിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണിത്. അത് നിങ്ങളെല്ലാവരും അവസാനം വരെ കാണുക. 6 അടിസ്ഥാന തത്വത്തെ മുൻനിർത്തിയാണ് ഈ ടീം പ്രവർത്തിക്കുന്നത്. 1, ഈ സാധനം വിൽക്കുകയില്ല. 2, ജനങ്ങളെ ഇതിൽ ചേരുന്നതിന് വേണ്ടി നിരന്തരമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കുകയില്ല. 3, എത്ര കാലമായാലും ഈ സാധനം വാങ്ങിയിട്ട് എൻ്റെ പൈസ നഷ്ടപ്പെട്ടു പോയല്ലോ, ഇതൊന്നും ക്വാളിറ്റി ഇല്ലല്ലോ, ഇതൊന്നും ഉപകാരമില്ലല്ലോ എന്ന് ആരും വിചാരിക്കേണ്ട. അവർക്ക് എത്ര കാലം കഴിഞ്ഞാലും അവരുടെ പൈസ തിരിച്ചു കൊടുക്കുന്നതാണ്. 4, 6 പാർട്ട്ണർമാരെ കൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 5, 3 മാസം തുടർച്ചയായി DXൻ്റെ സാധനം വാങ്ങേണ്ടതാണ്. 6, നമ്മുടെ ഈ ടീമിൻ്റെ വിജയം പ്രാപിക്കുന്നത് വരെ ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബിസിനസ്സിനെ കാണുന്ന രീതി, ഇത് നമ്മൾ ബിസിനസ്സിന് വേണ്ടി മാത്രമാണ് ആളുകളെ സമീപിക്കുന്നത്. 6 പേരെ നമ്മളൊരു ബിസിനസ്സിലേക്ക് പങ്കാളിയാക്കി കൂട്ടുകയാണ്. ആ പങ്കാളിത്ത ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റായി നമ്മൾ സ്വീകരിക്കുന്നത് 3000 മുതൽ 3300 രൂപ വരെയാണ്. അപ്പോൾ ഈ ആളുകൾ എല്ലാവരും സാധാരണ നിത്യോപയോഗ സാധനങ്ങൾ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് 3 മാസം തുടർച്ചയായിട്ട് വാങ്ങുക. ഒരു മാസം വാങ്ങേണ്ടത് ഏകദേശം 3300 രൂപയോളം വരുന്ന തുകയ്ക്കാണ്. 1000 പോയിൻ്റ് സമ്പാദിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ 1000 പോയിൻ്റ് വാങ്ങലാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു വ്യക്തി വന്നു 1000 പോയിൻറ്റിന് സാധനം വാങ്ങി, അയാൾ ഇൻവെസ്റ്റ് ചെയ്തു, അദ്ദേഹം 6 പങ്കാളികളെ കൂട്ടി. അപ്പോൾ ഒരു മാസം, ഉദാഹരണം പറഞ്ഞാൽ ഈ മാസം ഒരാൾ വന്നു 1000 പോയിൻറ്റിന് പർച്ചേസ് ചെയ്തു, വേറെ ആരെയും അദ്ദേഹത്തിന് കൂട്ടാൻ കഴിഞ്ഞില്ല. പിറ്റേ മാസം 10-ാം തീയതി ആകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ബോണസ് ഏറെക്കുറെ ഒരു 90 രൂപയോളം ആണ്. അത് കഴിഞ്ഞു അദ്ദേഹം അടുത്ത മാസം 6 പേരെ കൂട്ടിക്കൊണ്ടുവന്നു, അദ്ദേഹം സാധനം വാങ്ങി, 6 പങ്കാളികളും സാധനം വാങ്ങി. പിറ്റേ മാസം 10-ാം തീയതി കിട്ടുന്ന ഇൻകം അദ്ദേഹത്തിൻ്റെ ഏറെക്കുറെ 400-500 രൂപയ്ക്ക് ഇടയിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ആ 6 പങ്കാളികൾ മാത്രമാണുള്ളതെങ്കിൽ ആ ഓരോ ആൾക്കും കിട്ടുന്നത് 90 രൂപ വെച്ച് അതിനടുത്തുള്ള സംഖ്യയായിരിക്കും. 3-ാം മാസം ഈ ആദ്യം വന്ന ആൾ 1000 PVക്ക് സാധനം വാങ്ങി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പങ്കാളികൾ 6 പേര് സാധനം വാങ്ങി, അതോടൊപ്പം അവരുടെ 6 പേരും കൂടി 3-ാം മാസം സാധനം വാങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സംഖ്യ ഏറെക്കുറെ 10,000-നും 11,000-നും ഇടയിലൊരു സംഖ്യയായിരിക്കും ആദ്യം വന്ന ആളിന് കിട്ടുന്നത്. ഇതാണ് തുടർച്ചയായി 3 മാസം സാധനം വാങ്ങുക എന്നുള്ളത്. ഇതിൽ പറഞ്ഞ 6 പങ്കാളികളെ തരാൻ നമ്മുടെ സോഷ്യൽ മീഡിയ സിസ്റ്റമാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ ഒറ്റയ്ക്കല്ല, മറിച്ച് എല്ലാവരും കൂടിയാണ് ഈ ഓരോരുത്തർക്കും 6 പേരെ കൊടുക്കുന്നത്. ഒരു ടീം വർക്കാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ
ഇവിടെ സംഭവിക്കുന്നത് ഏതായാലും നമ്മൾ പുറത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നും പുറത്ത് കടയിൽ നിന്നൊക്കെ എണ്ണയും ഉപ്പും മുളകും അതുപോലെ തന്നെ മഞ്ഞൾ അങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അത് DXൽ നിന്ന് വാങ്ങുക, 6 പങ്കാളികൾക്ക് ഷെയർ ചെയ്യുക. ഈ പറഞ്ഞ സംവിധാനത്തിൽ ഈ 6 പങ്കാളികളെ തരുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പരിചയപ്പെടുത്തി തരുന്ന ആളിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരും നമ്മൾ ഈ പറയുന്ന ഒരുപാട് ആളുകളൂടെ ചേർന്നാണ് ഒരു വ്യക്തിക്ക് ടീമിനെ സംഘടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇത്രയും കാലം നമ്മൾ പുറത്ത് നിന്ന് വാങ്ങുന്ന വസ്തുക്കളെല്ലാം അധികവും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഇത് DX എന്നത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഹൈ ക്വാളിറ്റി കയറ്റി പോകുന്ന സാധനമാണ്. 200 രാജ്യത്തെ ഹെൽത്ത് അതോറിറ്റിയും ഫുഡ് അതോറിറ്റിയും അംഗീകരിച്ച സാധനമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഉള്ള പല അസുഖങ്ങളും പോകാനും അസുഖം വരാതിരിക്കാനും നമ്മുടെ കുടുംബവും മക്കളുമൊക്കെ ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കൽ വഴി സാധിക്കും. കാരണം ഇതിൽ പലതും ചായപ്പൊടിയാവട്ടെ, പേസ്റ്റാവട്ടെ, സോപ്പാവട്ടെ, ഇങ്ങനെയുള്ള നമ്മുടെ ഉള്ളിൽ കഴിക്കുന്നതും പുറത്ത് ഉപയോഗിക്കുന്നതുമായ പ്രൊഡക്റ്റുകളൊക്കെ ഗ്യാനോഡെർമ അടങ്ങി വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പഠിക്കാനുള്ളതാണ് എന്താണ് ഗ്യാനോഡെർമ എന്ന്, ഔഷധങ്ങളുടെ രാജാവെന്ന് അറിയപ്പെടുന്നത്. അതേസമയം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയായിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള എണ്ണകളും പാചക എണ്ണകളും അതുപോലെയുള്ള ഉപ്പ്, സോപ്പ്, പേസ്റ്റ്, ഇതൊക്കെ മാരകമായ വിഷമാണെന്ന് സയൻറ്റിഫിക്കലി തെളിവുള്ള സാധനമാണ്. ആ ലോക്കൽ സാധനം വാങ്ങാതെ ഇതിൽ നിന്ന് കിട്ടി ഇതിൽ തന്നെ ചിലവഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഇത് ബുദ്ധിയുടെ ബിസിനസ്സാണ്. അതുകൊണ്ടാണ് ഒരു ടീം വർക്ക് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. നിങ്ങൾ റെഡിയാണ് എങ്കിൽ നിങ്ങൾ സഹകരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് 6 പേരെ സംഘടിപ്പിച്ച് തരലും അതുപോലെ തന്നെയുള്ള എല്ലാവിധ തരത്തിലുള്ള സഹായം തരാൻ നമ്മുടെ ബാധ്യതയെ, ഈ ടീമിൻ്റെ ബാധ്യതയായി കാണുന്നുണ്ട്. എന്ത് തരത്തിലുള്ള സഹായത്തിനും ഈ ടീമിനെ ബന്ധപ്പെടാം. അതുകൊണ്ട് ഒരു ബുദ്ധിപരമായ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം വാങ്ങിയത് നമ്മുടെ ശമ്പളത്തിൽ നിന്നാണെങ്കിൽ, നമ്മുടെ അധ്വാനത്തിൽ നിന്നാണെങ്കിൽ, ഈ ഒരു ടീം വർക്ക് വഴി നമുക്ക് കിട്ടുന്നത് നമുക്ക് വീട്ടു സാധനം വാങ്ങാൻ മാത്രമല്ല, നല്ലൊരു സാമ്പത്തിക സ്രോതസ്സ് സ്ഥിരമായിട്ട് ലഭിക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ ധാരാളം നമ്മുടെ ടീമിലുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് നല്ല ഒരു ആരോഗ്യപരമായ സാമ്പത്തികമായ ഒരു വിജയം ആശംസിക്കുന്നു.